സാധാരണക്കാരിൽ സാധാരണക്കാരനായി അധികാരത്തിലേറി ഒടുവിൽ അഴിമതിയുടെയും ആഡംബരത്തിന്റെയും പടുകുഴിയിൽ വീണ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലേറ്റത്. കെജ്രിവാളിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രാഘവ് ഛത്തയും 7 രാജ്യസഭാ എംപിമാരും പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നതോടെ AAP-യുടെ രാഷ്ട്രീയ നാടകം ക്ലൈമാക്സിലെത്തിയിരിക്കുകയാണ്. വിദേശത്ത് അക്കൗണ്ടിംഗ് പഠിച്ച് പ്രഗത്ഭനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായ രാഘവ് ഛത്തയുടെ വെളിപ്പെടുത്തലുകൾ മാത്രം മതി കെജ്രിവാളിന്റെ പുണ്യവാളൻ പരിവേഷം തകർന്നടിയാൻ. ആം ആദ്മി പാർട്ടിയിലെ അന്തരീക്ഷം വിഷലിപ്തമാണ് എന്നാണ് രാഘവ് ഛത്ത തുറന്നു പറയുന്നത്. ഈ തുറന്നു പറച്ചിൽ BJP കാലങ്ങളായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. തന്നേക്കാൾ കഴിവുള്ളവരെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, എല്ലാ അധികാരങ്ങളും തന്നിൽ കേന്ദ്രീകരിക്കുന്ന കെജ്രിവാളിന്റെ ഏകാധിപത്യ മനോഭാവമാണ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഛത്ത കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിൽ നിന്ന് പോലും തന്നെ വിലക്കിയ കെജ്രിവാൾ ഗ്യാങ് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവരെ പുകച്ചു പുറത്താക്കാൻ പലതവണ ശ്രമിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. ഒരാൾക്കോ 2 പേർക്കോ തെറ്റുപറ്റാം, പക്ഷെ 7 എംപിമാർക്ക് ഒരേപോലെ തെറ്റുപറ്റില്ല എന്നാണ് ഛത്ത പറയുന്നത്. കെജ്രിവാളിനെ വെളുപ്പിക്കാൻ ഇറങ്ങി തിരിച്ച മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്നതും തിരിച്ചടിയാണ്. മലയാളത്തിലെ ഒരു ചാനൽ നടത്തിയ ചർച്ചയിലാണ് യഥാർത്ഥ വില്ലനായ കെജ്രിവാളിന്റെ മുഖം തെളിഞ്ഞത്. പണക്കാരിൽ നിന്നും പണമെടുത്ത് പാവങ്ങൾക്ക് നൽകുക എന്ന രാഷ്ട്രീയ നയമുള്ള നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നാണ് മാധ്യമ പ്രവർത്തക പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ കെജ്രിവാളിന്റെ വീടാണ് വളർന്നത് എന്ന് ഡൽഹിയിൽ പ്രവർത്തിച്ച മലയാളി മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതോടെ കെജ്രിവാളിനെ വെളുപ്പിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകയ്ക്ക് മിണ്ടാട്ടം മുട്ടി. അവിടെ പാവങ്ങളൊന്നും സാമ്പത്തികമായി മെച്ചപ്പെട്ടില്ല. ചേരുകൾ പഴയതുപോലെ ചേരുകളായി നിന്നു. 2015-ൽ കെജ്രിവാൾ രണ്ടാമതും അധികാരത്തിൽ വന്ന ശേഷം പിന്നീട് 10 വർഷം ഭരിച്ചു. പക്ഷെ ആ ചേരുകൾക്കൊന്നും ഒരു മാറ്റവും വന്നില്ല. ആം ആദ്മി പാർട്ടി ഇത്ര കാലം ഭരിച്ചിട്ടും ഇപ്പോഴും ആ ചേരികൾ അവിടെ അതേപോലെ നിൽക്കുന്നു. ഒരൊറ്റ ചേരി പോലും മെച്ചപ്പെട്ടില്ല എന്നാണ് ദില്ലിയിലെ വസ്തുതകൾ നേരിട്ടറിയാവുന്ന കെജ്രിവാളിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ട് മലയാളി മാധ്യമ പ്രവർത്തകൻ തുറന്നടിച്ചത്. കെജ്രിവാളിന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകാൻ വയ്യെന്ന് പ്രഖ്യാപിച്ചാണ് രാഘവ് ഛത്തയും സംഘവും BJP-യിൽ ലയിച്ചത്. പണം സമ്പാദിക്കാനും ആഡംബര ജീവിതം നയിക്കാനുമുള്ള കെജ്രിവാളിന്റെ മോഹങ്ങൾ പാർട്ടിയുടെ അന്തകനായി മാറി. വികസനത്തിന്റെ രാഷ്ട്രീയവും ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്ന BJP-യിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് പ്രഗത്ഭരായ ഈ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. 11 വർഷത്തെ ആയുസ് മാത്രമുള്ള AAP-യുടെ രാഷ്ട്രീയ അന്ത്യകൂദാശ രാജ്യസഭയിൽ BJP കരുത്തു കാട്ടിയതോടെ പൂർത്തിയായിരിക്കുകയാണ്.